അപ്പോൾ നമ്മൾ ക്യാൻഡിൽ 2 ക്ലോസ് കണ്ടല്ലേ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാൻഡിൽ 3 ക്ലോസ് ആണ്. ക്യാൻഡിൽ 3 ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റിയെ സ്വീപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പം അത് പക്ഷേ എന്താണ്, ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇത് സ്വീപ്പ് ചെയ്തിട്ടില്ല, എന്നാലും ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിനെ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ റിജക്ഷൻ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഈ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ആയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ക്ലോസിനെ നമുക്ക് എന്ത് വിളിക്കാം, ക്യാൻഡിൽ 3 ക്ലോസ് എന്ന് പറയാം. അതായത് ഇത് ഫസ്റ്റ് ക്യാൻഡിൽ, ഇത് സെക്കൻഡ് ക്യാൻഡിൽ, ഇത് തേർഡ് ക്യാൻഡിൽ. തേർഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് കൊണ്ട് നമ്മൾ ഇതിനെ ക്യാൻഡിൽ 3 ക്ലോസ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ എന്താകും, ഒരു കണ്ടിന്യൂവേഷൻ ടു ഡൗൺ സൈഡ്, അല്ലെങ്കിൽ ഏത് സൈഡിലാണോ നമുക്ക് ക്ലോസ് കിട്ടിയത് ആ സൈഡിലേക്ക് എക്സ്പാൻഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്യാൻഡിൽ ക്ലോസ്. ഇത് ഞാൻ ഇതിൽ പോയി കാണിച്ചു തരുന്നില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ രണ്ട് ക്ലോസുകളാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. അത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു രണ്ട് മെത്തേഡ്സും കഴിഞ്ഞാൽ അടുത്തത് വരുന്നതാണ് കണ്ടിന്യൂവേഷൻ. ഇത് രണ്ടും സ്വീപ്പാണ്, കാൻഡിൽ ക്ലോസ് ആണ്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും കണ്ടിന്യൂവേഷൻ മെത്തേഡായി. അപ്പോൾ നമ്മളൊരു ബേസ് നോക്കുമ്പോഴത്തേക്ക് ഇത് മാത്രമല്ല എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂവേഷൻ നോക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂവേഷനും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ അതേ എക്സാമ്പിളിൽ ഞാനത് കാണിച്ചു തരാം. കഴിഞ്ഞ അതേ എക്സാമ്പിൾ നമ്മൾ എന്താണ്, ഇവിടെ ഒരു ക്യാൻഡിൽ 2 ക്ലോസ് ഉണ്ടായി അല്ലേ, ക്യാൻഡിൽ 2 ക്ലോസ് ഉണ്ടായി. ഈ ക്യാൻഡിൽ 2 ക്ലോസ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്, ഈ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആണ് തേർഡ് ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കുന്നത് അല്ലേ. ഈ തേർഡ് ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കുന്നത് സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ എനിക്ക് ക്ലോസ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്യാൻഡിൽ വി ക്യാൻ എക്സ്പെക്ട് എ കണ്ടിന്യൂവേഷൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ക്യാൻഡിൽ 3 കണ്ടിന്യൂവേഷൻ. എന്താണ് പറയുന്നത്, ക്യാൻഡിൽ 3 കണ്ടിന്യൂവേഷൻ. അപ്പോൾ ഈ ഒരു ഡെയിലി ഒരു പ്രൊഫൈൽ ടൈം ഫ്രെയിമിൽ നമ്മൾ ഇങ്ങനെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബയാസ് എങ്ങനെയായിരിക്കും, നമുക്കതൊരു അപ്സൈഡ് മൂവ് ആയിരിക്കും. ബെയറിഷ് ആണെങ്കിൽ അതൊരു ബെയറിഷ് മൂവ് ആയിരിക്കും നെക്സ്റ്റ് ഡേ. ഓക്കെ, ഇതൊരു മൺഡേ ക്യാൻഡിൽ, ഇത് മൺഡേ, നേരത്തെ പറയുകയാണെങ്കിൽ ഇത് ട്യൂസ്ഡേ, ഇത് വെനസ്ഡേ ക്യാൻഡിൽ. ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക, വി ക്യാൻ എക്സ്പെക്ട് എ ഫോർത്ത് ഡേ മസ്റ്റ് ബി എ കണ്ടിന്യൂവേഷൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഫസ്റ്റ് മൺഡേയുടെ ക്യാൻഡിലിനെ ട്യൂസ്ഡേ ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തു. വേണമെങ്കിൽ ഈ സ്വീപ്പിൽ നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എപ്പോഴും ക്ലോസിന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഇത് കൂടുതൽ. അപ്പോൾ ഇപ്പം എക്സ് മോഡൽ അല്ലെങ്കിൽ സ്വീപ്പ് മോഡൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു MSS നോക്കി ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഈ മൺഡേ ട്യൂസ്ഡേ ക്യാൻഡിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ ട്യൂസ്ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ഈ ഒരു ക്യാൻഡിൽ 2 ക്ലോസ് കിട്ടിയത് കൊണ്ട് നമുക്ക് വെനസ്ഡേ ക്യാൻഡിൽ എന്താണ്, ഒരു ബൈ ക്യാൻഡിലായിരിക്കും, ഒരു അപ്പ് മൂവ് ക്യാൻഡിലായിരിക്കും എന്ന് പറഞ്ഞ് വെനസ്ഡേ നമുക്ക് ട്രേഡ് ചെയ്യാം. അടുത്തത് എന്താണ്, നമുക്ക് ഈ ഒരു സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ബോഡി ഇവിടെ വെനസ്ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തേഴ്സ്ഡേ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ബൈ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ പറയുവാണെങ്കിൽ ക്ലാസിക് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. ഇത് ക്ലാസിക് എക്സ്പാൻഷനായിട്ട് പറഞ്ഞ് ഇത് ഞാൻ നാസിന്ന് ലൈവായിട്ട് എടുത്ത ഒരു സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും മാർക്കറ്റ് ഇതേപോലുള്ള പ്രൊഫൈൽസിനെ ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് വർക്ക് ചെയ്യുക. ഇത് ആദ്യം നമ്മൾ വീക്കിലിയിലൊരു പെർസ്പെക്റ്റീവിൽ തുടങ്ങി ഡെയിലി പെർസ്പെക്റ്റീവിൽ നിന്നും 4 hour പെർസ്പെക്റ്റീവിൽ നിന്നും
നമ്മൾ നമ്മുടെ എൻട്രി ഇതിലേക്ക് പോകുന്നത് ആ ഒരു അനാലിസിസ് ആണ് നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 3 ക്യാൻഡിൽ ക്ലോസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രം നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് നല്ല രീതിയിൽ ബയാസും അതേപോലെ തന്നെ നമുക്ക് വരുന്ന മെത്തേഡിൽ ഉള്ള ട്രേഡ്സുകൾ നമുക്ക് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 3 ക്ലോസുകളാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റിൽ നോക്കാറുള്ളത്.